ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSCയുടെ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് നോക്കാം. 12-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. മാക്സിമം എന്ത് ചെയ്യാം, നമുക്ക് റിവിഷൻ ചെയ്ത് പെട്ടെന്ന് പഠിച്ചങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിൻ്റാണ് ദ്രുതജ്വലനം അല്ലെങ്കിൽ റാപ്പിഡ് കമ്പഷൻ. എന്താണ് ദ്രുതജ്വലനം അല്ലെങ്കിൽ റാപ്പിഡ് കമ്പഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഒരു ജ്വലന പ്രക്രിയയിൽ ദ്രുതഗതിയിലുള്ള ഊർജ ഉൽപാദനത്തിന് ബാഹ്യമായ ഒരു താപോർജം ആവശ്യമായി വരുമ്പോൾ അതിനെ അറിയപ്പെടുന്ന പേരെന്താണ്ടാ? അതിനെയാണ് നമ്മൾ ദ്രുതജ്വലനമെന്ന് പറയുന്നത്. അപ്പോൾ ദ്രുതജ്വലനം അല്ലെങ്കിൽ റാപ്പിഡ് കമ്പഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ജ്വലന പ്രക്രിയയിൽ എന്ന് പറയുമ്പോൾ ഒരു തീ കത്തുന്ന പ്രക്രിയയിൽ ദ്രുതഗതിയിലുള്ള ഊർജ ഉൽപാദനത്തിന് എന്ന് പറയുമ്പോൾ പെട്ടെന്നുള്ളൊരു ഊർജ ഉൽപാദനത്തിന് ബാഹ്യമായ താപോർജം ആവശ്യമായി വരുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുമെടാ? ദ്രുതജ്വലനമെന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അടുത്ത്, എല്ലാ ഇന്ധനവും കത്തുന്നത് വരെ ഈ പ്രക്രിയ തത്സമയം തുടരും. അപ്പോൾ എത്ര ഇന്ധനമുണ്ടോ അത്രയും ഇന്ധനം കത്തുന്നത് വരെ എന്ത് ചെയ്യും? ഈ ഒരു പ്രക്രിയ തത്സമയം തുടരും. ഒരു ഉപോൽപ്പന്നം എന്ന നിലയിൽ ഈ ജ്വലനം ദ്രുതഗതിയിൽ വലിയ അളവിൽ ചൂടും പ്രകാശോർജവും ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഉപോൽപ്പന്നം എന്ന നിലയിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു ജ്വലനം ദ്രുതഗതിയിൽ പെട്ടെന്ന് തന്നെ വലിയ അളവിൽ ചൂടും പ്രകാശോർജവും ഉണ്ടാക്കുന്നു. ഉദാഹരണം പറയുന്നത്, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ തീജ്വാല തിരിയിൽ ജ്വലിക്കുമ്പോൾ ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നു. ഇത് മെഴുക് മുഴുവൻ കത്തിത്തീരുന്നത് വരെ നിർത്താതെ നിരന്തരമായ പ്രകാശം സൃഷ്ടിക്കുന്നു. ഇതിനെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ജ്വലനമെന്ന് പറയാം. അറിയാമല്ലോ എന്താണ് ദ്രുതജ്വലനമെന്ന് പറയാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റാപ്പിഡ് കമ്പഷൻ എന്നാണ് പറയുന്നത്. അടുത്ത്, സ്വാഭാവികമായ ജ്വലനം അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്നാണ് പറയുന്നത്. എന്താണ് സ്വാഭാവിക ജ്വലനം? ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ ആ തരത്തിലുള്ള ജ്വലനത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? സ്വാഭാവിക ജ്വലനമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യമായിട്ടുള്ള ഒരു ഊർജം ആവശ്യമില്ലെങ്കിൽ ആ ഒരു ജ്വലനം അറിയപ്പെടുന്ന പേരെന്താണ്? അതിനെയാണ് സ്വാഭാവിക ജ്വലനമെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവിക ജ്വലനം എന്ന് പറയുമ്പോൾ ഒരു ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ലെങ്കിൽ ആ ഒരു തരം ജ്വലനത്തെ പറയുന്ന പേരെന്താണ്? അതിനെയാണ് നമ്മൾ സ്വാഭാവിക ജ്വലനമെന്ന് പറയുന്നത്. അപ്പോൾ സ്വയമേ സംഭവിക്കുന്ന ജ്വലനത്തെയാണ് നമ്മൾ സ്വാഭാവിക ജ്വലനമെന്ന് പറയുന്നത്. അപ്പോൾ സ്വയമേ സംഭവിക്കുന്ന ജ്വലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വാഭാവിക ജ്വലനമെന്ന് പറയുന്നത്. സ്വാഭാവിക ജ്വലന സമയത്ത് ഒരു ആന്തരിക പ്രക്രിയ കാരണം താപനില വർദ്ധിക്കുന്നു. ഇന്ധനം ആവശ്യത്തിന് ഉയർന്ന താപനിലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സ്വയം തീപിടിക്കും. ഉദാഹരണം പറയുന്നത്, ഫോസ്ഫറസ് വായുവിൽ തുറന്നു വച്ചാൽ ഒരു ചൂടും പ്രയോഗിക്കാതെ എന്ത് ചെയ്തു? അത് സ്വയം ജ്വലിക്കുന്നു. മനസ്സിലായതാണ് സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്നത്. നനവുള്ള വൈക്കോൽ കൂട്ടിയിട്ടിരുന്നാൽ ഈ രീതിയിൽ സ്വയം കത്താൻ സാധ്യതയുണ്ട്. ഇത് സൂക്ഷ്മജീവികളുടെ ജീർണന പ്രവർത്തനം മൂലം താപം ഉണ്ടാകുന്നതിലാണ്. പണ്ട് കാലത്ത് അന്ധവിശ്വാസം എന്നൊക്കെ നമ്മുടെ ചാത്തൻ അങ്ങനെയുള്ള എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു മിത്ത് വിശ്വാസങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ നനവുള്ള വൈക്കോൽ ഇട്ടിരുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ സൂക്ഷ്മജീവികളുടെ ജീർണ പ്രവർത്തനം മൂലമാണ് താപം ഉണ്ടാകുന്നത്. അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് കത്തുന്നത്. ഓക്കെ ആണല്ലോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്വാഭാവിക ജ്വലനം അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത്, ചിലതരം എണ്ണകളും കൊഴുപ്പുകളും അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടന്ന് ചൂടുണ്ടായി സ്വയം കത്താൻ സാധ്യതയുണ്ട്. കൽക്കരിയിൽ ചെറിയ അളവിൽ കാണുന്ന പൈറൈറ്റിസ് ആണ് അതിന് ഉദാഹരണം. ഓക്സിജനെ ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായി കൽക്കരി സ്റ്റോറുകളിലും ഖനികളിലും തീപിടുത്തം ഉണ്ടാകുന്നതും സ്പോണ്ടേനിയസ് കമ്പഷന് ഉദാഹരണം. നമ്മൾ കൽക്കരി ആ ഒരു ഏരിയകളിലൊക്കെ കൽക്കരി സ്റ്റോറുകളിൽ അതേപോലെ തന്നെ കൽക്കരി ഖനികളിൽ തീപിടുത്തം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ഈ ഒരു കാരണമാണ്. അടുത്ത്, ഫോസ്ഫറസ് വായുവിൽ സ്വമേധയാ ഏകദേശം 86 ഡിഗ്രി ഫാരൻഹീറ്റ് അതായത് 30 ഡിഗ്രി സെൽഷ്യസിൽ ജ്വലിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫോസ്ഫറസ് വായുവിൽ സ്വമേധയാ എന്ത് ചെയ്യുന്നു? ഏകദേശം 86 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യുന്നു? ജ്വലിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാധാരണ ജ്വലനം അല്ലെങ്കിൽ സ്വാഭാവിക ജ്വലനം അല്ലെങ്കിൽ നമ്മുടെ സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് പറയുന്നത്. അടുത്ത്, നമ്മുടെ സ്ഫോടനാത്മക ജ്വലനം അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് കമ്പഷൻ.
നമ്മുടെ ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? സ്ഫോടനാത്മക ജ്വലനം, എക്സ്പ്ലോസീവ് കമ്പഷൻ. എന്താണ്? സ്ഫോടനം പോലെ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ജ്വലനത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫോടനാത്മക ജ്വലനം അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് കമ്പഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഫോടനം പോലെ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ജ്വലനത്തെയാണ് സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. ഇന്ധനം ജ്വലിപ്പിക്കുവാൻ ഒരു ശക്തി പ്രയോഗിക്കുമ്പോൾ താപം, വെളിച്ചം, ശബ്ദോർജ്ജം എന്നിവ ഉടനടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഉദാഹരണം നമ്മൾ പടക്കം പൊട്ടിക്കുന്നത്, അതേപോലെ ചൂടുവെള്ളവും മറപ്പി പടക്കം പൊട്ടിക്കുമ്പോൾ ചൂടും വെളിച്ചവും ശബ്ദവും ഉണ്ടാകുന്നത് ഉദാഹരണമാണ്. നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഏതാണ്? നമ്മുടെ ബോംബ് പൊട്ടിത്തെറിക്കുന്നത്. ഇതൊക്കെ എന്താണ്? ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ സ്ഫോടനാത്മക ജ്വലനം അറിയാമല്ലോ, ഇത്രയേ ഉള്ളൂ. സ്ഫോടനം പോലെ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ജ്വലനത്തെയാണ് നമ്മുടെ സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. സിമ്പിളാണ്. അടുത്ത ടോപ്പിക്കാണ് നമുക്ക് പഠിക്കേണ്ടത് താപനിലയും താപവും, ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ്. അപ്പോൾ എന്താണ് താപനില അല്ലെങ്കിൽ എന്താണ് താപം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് താപനില എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് എന്ത് പറയുന്നത്? അതിൻ്റെ താപനില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ഒരു ആനുപാതിക സംഖ്യയാണ് അതിലെ താപനില. ഇപ്പോൾ ഒരു ഇരുമ്പ് കമ്പി എടുത്തു, ഇതിൻ്റെ താപനില എത്രയാണ് എന്ന് നമ്മൾ പറയുമല്ലോ, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു വസ്തുവിൻ്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവാണെന്ത്? അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസ്തു, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു കമ്പിയിലെ കാര്യമില്ലേ, അത്രയേ ഉള്ളൂ. ഒരു വസ്തുവിൻ്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവിനെയാണെന്ത്? താപനില എന്ന് പറയുന്നത്. അടുത്ത താപനില, ഊഷ്മാവ്. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിന് കാരണം എന്താണ്? താപനിലകളിലെ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? താപനിലകളിലെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ഒഴുകാൻ സാധിക്കുന്നത്. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ്ടാ? ഡിഗ്രി സെൽഷ്യസ് ആണ്. എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മുടെ ഫോണിലൊക്കെ കാണുമല്ലോ, ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാധാരണയായിട്ട് താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. അടുത്ത് താപനിലയുടെ SI യൂണിറ്റ് മുമ്പോട്ടേ പഠിക്കുന്നതാണ്. ഏതാണ്? കെൽവിനാണ്. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്? അത് കെൽവിനാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ വസ്തുവിൻ്റെ താപനില എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. ഒരു വസ്തുവിൽ ഇപ്പോൾ നമ്മൾ ഒരു ഇരുമ്പ് കമ്പി എടുക്കുകയാണെങ്കിൽ ആ കമ്പിയിലെ തന്മാത്രകളുടെ ഗതികോർജം വർദ്ധിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ താപനില എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. സ്വാഭാവികമാണ്. അടുത്ത് താപനില കുറയുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജം എന്ത് ചെയ്യുന്നു? തന്മാത്രകൾ ഒരിടത്ത് വന്ന് മര്യാദയ്ക്ക് ഇരിക്കും. അപ്പോൾ താപനില കുറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ തന്മാത്രകളുടെ ഗതികോർജവും കുറയുന്നു, അത് മര്യാദയ്ക്കൊന്നും ഒരിടത്ത് ഇരിക്കുന്നു. ഓക്കെ. അടുത്ത് ഉപരിതലത്തിലെ ശരാശരി താപനില എന്ന് പറയുന്നത് എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ സൂര്യൻ്റെ ഉപരിതലത്തിൽ താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത് നമ്മൾ താപത്തെക്കുറിച്ചാണ് പറയുക. എന്താണ് താപം? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് താപമെന്ന് പറയുന്നത്. അപ്പോൾ താപം എന്ന് പറയുമ്പോൾ നമ്മളൊരു പദാർത്ഥം എടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? താപം അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? തെർമോഡൈനാമിക്സ് ആണ്. താപത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്ടാ? ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ് താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത്. താപം അളക്കുന്ന SI യൂണിറ്റ് ഏതാണ്? അത് ജൂളാണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിൻ്റെ ആദരസൂചകമായിട്ടാണ് താപം അളക്കുന്ന യൂണിറ്റിന് SI യൂണിറ്റിന് ജൂൾ എന്ന പേര് കൊടുത്തത്. അപ്പോൾ നമ്മുടെ താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. അതുകൊണ്ട് തന്നെ താപം അളക്കുന്ന SI യൂണിറ്റ് ജൂളാണ്. താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് അത് കലോറിയാണ്. അപ്പോൾ താപം അളക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ഏതാണ്? അത് കലോറിയാണ്. അടുത്ത് 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാനാവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി. അപ്പോൾ 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനാവശ്യമായ താപത്തിൻ്റെ അളവിനെ പറയുന്ന എന്താണ്? 1 കലോറി എന്നാണ് പറയുന്നത്. അപ്പോൾ 1 കലോറി എന്ന് പറയുമ്പോൾ എത്ര ജൂളാണ്ടാ? 4.2 ജൂളാണ്. അപ്പോൾ 1 കലോറി എന്ന് പറയുമ്പോൾ എത്ര ജൂളാണ്? 4.2 ജൂളാണ്. ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞ അഗ്നിദ്രകോണം, ഫയർ ട്രയാങ്കിളിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്.
അപ്പോൾ ഫോട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, എന്തൊക്കെ കാണാൻ പറ്റും. അവിടെ ഓക്സിജൻ ഉണ്ട്, ഹീറ്റുണ്ട്, ഫ്യൂവലുണ്ട്, നടുക്കൊരു ഫയറുമുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണ്? ഓക്സിജനും ഹീറ്റും ഫ്യൂവലും ചേർന്നാണ് എന്ത് നമ്മുടെ തീ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഗ്നി ത്രികോണം എന്ന് പറയുമ്പോൾ, ഫയർ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ, തീ ഉണ്ടാക്കുന്നതിനുള്ള രാസപ്രവർത്തനത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ലളിതമായ മാതൃകയാണ് അഗ്നി ത്രികോണം. ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. മനസ്സിലായാലും ഇതാണ് അഗ്നി ത്രികോണം. അടുത്ത്, തീ ജ്വലിപ്പിക്കുവാനും നിലനിർത്തുവാനും ആവശ്യമായ 3 ഘടകങ്ങളായ ഏതൊക്കെയാണ്? താപം, ഇന്ധനം, ഓക്സിജൻ എന്നിവ ചേർന്നതാണ് എന്ത് അഗ്നി ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തീ ജ്വലിപ്പിക്കാനും നിലനിർത്തുവാനുമുള്ള ഈ വാക്ക് ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം പറയും. അപ്പോൾ തീ ജ്വലിപ്പിക്കുവാനും നിലനിർത്തുവാനും ആവശ്യമായ 3 ഘടകങ്ങളായ ഏതൊക്കെയാണ്? താപം, ഇന്ധനം, ഓക്സിജൻ എന്നിവ ചേർന്നാണ് എന്ത് അഗ്നി ത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഇതിലേതെങ്കിലും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തീ കത്തുമോ? തീ കത്തില്ല. കാരണം എന്താണ്? ഇത് 3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? തീ കത്തുള്ളൂ. അപ്പോൾ അഗ്നി ത്രികോണത്തെ ജ്വലന ത്രികോണം എന്നും അറിയപ്പെടുന്നു. അഗ്നി ത്രികോണത്തിലെ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീക്കം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? ആ ഒരു തീയെ തടയുകയോ കെടുത്തിക്കളയുകയോ ചെയ്യുന്നു. അപ്പോൾ ഒരു തീ പിടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ മതി. അഗ്നി ത്രികോണം പലപ്പോഴും അഗ്നി സുരക്ഷാ പരിശീലനത്തിൻ്റെ അടിസ്ഥാന രൂപമായി ഉപയോഗിക്കുന്നു. കാരണം എന്താണ്? ഇതറിയാമെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് നമ്മുടെ തീയെ കെടുത്താൻ പറ്റും. അടുത്ത്, അഗ്നി ത്രികോണത്തിലെ ഘടകങ്ങളുടെ വിശദീകരണം. അതിൽ എന്തൊക്കെയുണ്ട്? താപമുണ്ട്, ഇന്ധനമുണ്ട്, പിന്നെ ഓക്സിജനുണ്ട്. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കുന്നത് താപമാണ്, ഹീറ്റാണ്. അപ്പോൾ ജ്വലനം സംഭവിക്കുന്നതിന് താപത്തിൻ്റെ ഉറവിടം ആവശ്യമാണ്. ജ്വലിക്കുന്ന എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? നീരാവി പുറപ്പെടുവിക്കുന്നു. തീയുടെ വ്യാപനത്തിനും പരിപാലനത്തിനും എന്താവശ്യമാണ്? താപം ആവശ്യമാണ്. താപം സമീപത്തെ ഇന്ധനത്തിൽ നിന്നും ഈർപ്പം നീക്കം ചെയ്യുന്നു. ചുറ്റുമുള്ള പ്രദേശം ചൂടാക്കുകയും അതിൻ്റെ പാതയിൽ ഇന്ധനം ചൂടാക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജ്വലന പ്രക്രിയ എളുപ്പത്തിലാക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ താപത്തെക്കുറിച്ചാണ്. താപം എന്താണ്? ജ്വലനം സംഭവിക്കുന്നതിന് താപത്തിൻ്റെ ഉറവിടം ആവശ്യമാണ്. ജ്വലിക്കുന്ന എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നു? നീരാവി പുറപ്പെടുവിക്കുന്നു. തീയുടെ വ്യാപനത്തിനും പരിപാലനത്തിനും താപം ആവശ്യമാണ്. താപം സമീപത്തെ ഇന്ധനത്തിൽ നിന്നും ഈർപ്പം നീക്കം ചെയ്യുന്നു. ചുറ്റുമുള്ള പ്രദേശം ചൂടാക്കുകയും അതിൻ്റെ പാതയിൽ ഇന്ധനം ചൂടാകുകയും ചെയ്യുന്നു. തുടർന്ന് ജ്വലന പ്രക്രിയ എളുപ്പത്തിലാക്കുന്നു. ഇത് നമ്മളൊരു തടിയായിട്ട് കൺസിഡർ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഒരു തടിയിൽ നമ്മൾ എങ്ങനെ തീ പിടിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പറഞ്ഞ നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത് നമ്മൾ ഇന്ധനമാണ്. അതായത് നമ്മുടെ അഗ്നി ത്രികോണത്തിലെ അടുത്തൊരു നമ്മുടെ മെയിൻ പോയിൻ്റാണ് ഇന്ധനം എന്ന് പറയുന്നത്, ഫ്യൂവൽ. അഗ്നി ഉണ്ടാകണമെങ്കിൽ കത്തിക്കാനൊരു വസ്തു ഉണ്ടായിരിക്കണം. ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇതിനെയാണ് നമ്മൾ ഇന്ധനമെന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞാണ് ഇന്ധനം എന്ന് പറയുമ്പോൾ നമ്മളെ ചാടിക്കറി, നമ്മളെ ഫ്യൂൽ എന്നൊക്കെ കാണുമ്പോൾ ചാടിക്കറി എന്താണ്? നമ്മൾ പെട്രോൾ, പ്രകൃതിവാതകം, അതേപോലെ തന്നെ ഡീസൽ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് കളയും. പക്ഷേ ഇതിന് നമ്മൾ ഇന്ധനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ നോർമൽ കത്തുന്നതിനാവശ്യമായ സാധനങ്ങളെയാണ് നമ്മൾ ഇന്ധനങ്ങളെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് പറയുന്നുണ്ട്. പേപ്പർ, എണ്ണകൾ, മരം, വാതകങ്ങൾ, തുണിത്തരങ്ങൾ, ദ്രാവകങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ എക്സെട്ര എന്നീ ജ്വലന വസ്തുക്കളാണെന്ത് നമ്മൾ ഇന്ധനങ്ങളെന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്ധനങ്ങളെന്ന് പറയുന്നത്. അടുത്ത് ഇന്ധനങ്ങൾ. അപ്പോൾ ഓക്കെ, ഇന്ധനങ്ങൾ. അടുത്ത് ഇന്ധനത്തിൻ്റെ ഈർപ്പം, വലിപ്പം, ആകൃതി, അളവ് തുടങ്ങിയ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ധനം എത്ര എളുപ്പത്തിൽ എരിയുമെന്നും ഏത് താപനിലയിലാണെന്നും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. അടുത്ത് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ അഗ്നി ത്രികോണത്തിലെ ഒരാളാണ് ആര്? നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ജ്വലന പ്രക്രിയ നിലനിർത്തുവാൻ ഓക്സിജൻ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആവശ്യമാണ്. ഓക്സിജൻ ഇല്ലെങ്കിൽ ജ്വലനം സംഭവിക്കില്ല, അറിയാമല്ലോ. അപ്പോൾ ജ്വലന പ്രക്രിയ നിലനിർത്താനായിട്ട് ഓക്സിജൻ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആവശ്യമാണ്. ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രവർത്തിച്ച് പുറന്തള്ളുന്ന എന്താണ്? കാർബൺ മോണോക്സൈഡ് ആണോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ പറയുക. കുറവാണ് വ്യൂ എങ്കിലും കാണുന്നവർ പറയാം. ഓക്കെ, അപ്പോൾ ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രവർത്തിച്ച് പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപൂർണമായ ജ്വലനം, ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. അതൊരു ടോക്സിക് ഗ്യാസ് ആണ്. അടുത്ത്, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%.
അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് അടുത്ത കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് നമ്മുടെ സ്വാഭാവിക ജ്വലനം നമ്മൾ പറഞ്ഞു, ദ്രുതജ്വലനം പറഞ്ഞു, അപൂർണമായ ജ്വലനം നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ദ്രുതജ്വലനമാണെന്ന് പറഞ്ഞു തുടങ്ങിയത് ഒരു ജ്വലന പ്രക്രിയയിൽ ദ്രുതഗതിയിലുള്ള ഊർജ്ജ ഉൽപ്പാദനത്തിന് ബാഹ്യതാപോർജ്ജം ആവശ്യമായി വരുമ്പോൾ അതിനെ ദ്രുതജ്വലനം എന്ന് പറയുന്നു. എല്ലാ ഇന്ധനവും കത്തുന്നതുവരെ ഈ പ്രക്രിയ തത്സമയം തുടരും. ഒരു ഉപോൽപ്പന്നം എന്ന നിലയിൽ ഈ ജ്വലനം ദ്രുതഗതിയിൽ വലിയ അളവിൽ ചൂടും പ്രകാശോർജ്ജവും ഉണ്ടാക്കുന്നു. ഉദാഹരണം മെഴുകുതിരി കത്തുന്ന ആ ഒരു സംഭവമാണ്. അടുത്ത് പറയുന്നത് നമ്മൾ സ്വാഭാവിക ജ്വലനമാണ്, സ്പോണ്ടേനിയസ് കമ്പഷൻ. ജ്വലന പ്രക്രിയ ആരംഭിക്കുന്നതിന് ബാഹ്യ ഊർജം ആവശ്യമില്ല എങ്കിൽ അത്തരത്തിലുള്ള ജ്വലനത്തെ നമ്മൾ സ്വാഭാവിക ജ്വലനമെന്ന് പറയുന്നു. സ്വയമേവ സംഭവിക്കുന്ന ജ്വലനമാണ് സ്വാഭാവിക ജ്വലനം. സ്വാഭാവിക ജ്വലന സമയത്ത് ഒരു ആന്തരിക പ്രക്രിയ കാരണം താപനില വർദ്ധിക്കുന്നു. ഇന്ധനം ആവശ്യത്തിന് ഉയർന്ന താപനിലയിൽ എത്തിക്കഴിഞ്ഞാൽ സ്വയം അത് തീപിടിക്കും. ഉദാഹരണം, ഫോസ്ഫറസ് വായിൽ തുറന്നു വച്ചിരിക്കുന്ന ആ ഒരു പ്രക്രിയ, അതിൽ നിന്നാണ് നമ്മുടെ വൈക്കോല്, നനവുള്ള വൈക്കോല് കൂട്ടിയിട്ടിരുന്ന എന്ത് ചെയ്യും, ഇതേപോലെ കത്തും. അത് കഴിഞ്ഞ് പറഞ്ഞത് ചിലതരം എണ്ണകളും കൊഴുപ്പുകളും അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടന്ന് ചൂടുണ്ടായി സ്വയം കത്താൻ സാധ്യതയുണ്ട്. കൽക്കരിയിൽ ചെറിയ അളവിൽ കാണുന്ന പൈറൈറ്റീസ് ആണ് അതിന് ഉദാഹരണം. ഓക്സിജനെ ആഗിരണം ചെയ്ത് രാസപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫലമായി കൽക്കരി സ്റ്റോറുകളിലും ഖനികളിലും തീപിടുത്തമുണ്ടാകുന്നതും സ്പോണ്ടേനിയസ് കമ്പഷന് ഉദാഹരണമാണ്. ഫോസ്ഫറസ് വായുവിൽ സ്വമേധയാ ഏകദേശം 86 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 30 ഡിഗ്രി സെൽഷ്യസിൽ ജ്വലിക്കുന്നു. അടുത്ത് പറഞ്ഞ എന്താണ്, ലാസ്റ്റ് പറഞ്ഞത് സ്ഫോടനാത്മക ജ്വലനമാണ്, എക്സ്പ്ലോസീവ് കമ്പഷനാണ്. സ്ഫോടനം പോലെ തന്നെ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ജ്വലനത്തെയാണ് സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. ഇന്ധനം ജ്വലിപ്പിക്കുവാൻ ഒരു ശക്തി ഉപയോഗിക്കുമ്പോൾ താപം, വെളിച്ചം, ശബ്ദോർജ്ജം എന്നിവ ഉടനടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെയാണ് സ്ഫോടനാത്മക ജ്വലനം എന്ന് പറയുന്നത്. അതിനുദാഹരണം എന്തൊക്കെയാണ്, പടക്കം പൊട്ടുന്നത്, അതേപോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പടക്കം പൊട്ടുമ്പോൾ ശബ്ദവും വെളിച്ചവും ചൂടൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് സംഭവം. അടുത്ത് പറഞ്ഞാൽ നമ്മൾ താപനിലയും താപവും തമ്മിലുള്ള വ്യത്യാസമാണ്. താപനില എന്ന് പറയുമ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവിനെയാണ്, അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിൻ്റെ താപനില എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ താപത്തെ സൂചിപ്പിക്കുന്ന അളവാണ് അതിൻ്റെ താപനില. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് താപോർജ്ജത്തിന് ഒഴുകാൻ സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്, താപനിലകളിലെ വ്യത്യാസമാണ്. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഏതാണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്ടാ, അത് കെൽവിനാണ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ഗതികോർജ്ജം വർദ്ധിക്കുമ്പോൾ വസ്തുവിൻ്റെ താപനില എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. താപനില കുറയുമ്പോൾ തന്മാത്രകളുടെ ഗതികോർജ്ജം എന്ത് ചെയ്യുന്നു, അത് കുറയുന്നു. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്, 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് താപത്തെക്കുറിച്ചാണ്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ തന്മാത്രകളുടെയും ആകെ ഗതികോർജ്ജത്തിൻ്റെ അളവാണ് നമ്മൾ താപമെന്ന് പറയുന്നത്. താപത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂളാണ്. താപം അളക്കുന്ന SI യൂണിറ്റാണ് ജൂള്. താപം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് കലോറിയാണ്. 1 ഗ്രാം ജലത്തിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായ താപത്തിൻ്റെ അളവാണ് 1 കലോറി. 1 കലോറി എന്ന് പറയുമ്പോൾ 4.2 ജൂളാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് അഗ്നി ത്രികോണമാണ്, ഫയർ ട്രയാങ്കിൾ. തീ ഉണ്ടാക്കുന്നതിനുള്ള രാസപ്രവർത്തനത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ലളിതമായ മാതൃകയാണ് ഇത് നമ്മുടെ അഗ്നി ത്രികോണം എന്ന് പറയുന്നത്. തീ ജ്വലിപ്പിക്കുവാനും നിലനിർത്തുവാനും ആവശ്യമായ 3 ഘടകങ്ങളായ താപം, ഇന്ധനം, ഓക്സിജൻ എന്നിവ ചേർന്നതാണ് നമ്മുടെ അഗ്നി ത്രികോണം എന്ന് പറയുന്നത്. അഗ്നി ത്രികോണത്തെ ജ്വലന ത്രികോണമെന്നും അറിയപ്പെടുന്നു. അഗ്നി ത്രികോണത്തിലെ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീക്കം ചെയ്യുന്നത് എന്ത് ചെയ്യും, തീയെ തടയുകയോ കെടുത്തിക്കളയുകയോ ചെയ്യുന്നു. അഗ്നി ത്രികോണം പലപ്പോഴും അഗ്നി സുരക്ഷാ പരിശീലനത്തിൻ്റെ അടിസ്ഥാന രൂപമായി ഉപയോഗിക്കുന്നു. അടുത്ത് പറഞ്ഞത് അഗ്നി ത്രികോണത്തിലെ ഘടകങ്ങളുടെ വിശദീകരണമാണ്. അതിലൊന്നാമത്തേത് താപമാണ്. ജ്വലനം സംഭവിക്കുന്നതിന് താപത്തിൻ്റെ ഉറവിടം ആവശ്യമാണ്. ജ്വലിക്കുന്ന എല്ലാ വസ്തുക്കളും നീരാവി പുറപ്പെടുവിക്കുന്നു. തീയുടെ വ്യാപനത്തിനും പരിപാലനത്തിനും താപം ആവശ്യമാണ്. താപം സമീപത്തെ ഇന്ധനത്തിൽ നിന്നും ഈർപ്പം നീക്കം ചെയ്യുന്നു. ചുറ്റുമുള്ള പ്രദേശം ചൂടാക്കുകയും അതിൻ്റെ പാതയിൽ ഇന്ധനം ചൂടാകുകയും ചെയ്യുന്നു. തുടർന്ന് ജ്വലന പ്രക്രിയ എളുപ്പത്തിലാക്കുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞത് ഇന്ധനമാണ്. അഗ്നി ഉണ്ടാകണമെങ്കിൽ കത്തിക്കാനൊരു വസ്തു ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ഇന്ധനം എന്ന് പറയുന്നത്. പേപ്പർ, എണ്ണ, മരം, വാതകങ്ങൾ, തുണിത്തരങ്ങൾ, ദ്രാവകങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ എക്സെട്ര ഇതൊക്കെ നമുക്ക് ജ്വലന വസ്തുക്കളാണ്.
ജ്വലന വസ്തുക്കളാണ് നമ്മൾ ഇന്ധനങ്ങളെന്ന് പറയുന്നത്. ഇന്ധനത്തിൻ്റെ ഈർപ്പം, വലിപ്പം, ആകൃതി, അളവ് തുടങ്ങിയ സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ധനം എത്ര എളുപ്പത്തിൽ എരിയുമെന്നും ഏത് താപനിലയിലാണെന്നും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ജ്വലന ത്രികോണത്തിലെ ലാസ്റ്റ് പോയിൻ്റാണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. ജ്വലന പ്രക്രിയ നിലനിർത്തുവാൻ ഓക്സിജൻ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് ആവശ്യമാണ്. ഓക്സിജൻ കത്തുന്ന ഇന്ധനവുമായി പ്രവർത്തിച്ച് എന്ത് പുറന്തള്ളപ്പെടുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്ട, 21%. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ മെയിൻ പോയിൻ്റാണ് ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഇത് കാണുന്നവർ ഇതൊരു ജസ്റ്റ് ഒരു റിവിഷൻ പോലെ ചെയ്തതാണ്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.